ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, അങ്ങനെ പറഞ്ഞപ്പോൾ നാളെയാണ് നമ്മുടെ എക്സാം. നിങ്ങൾ അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഇന്ന് രാത്രിയും കൂടെ നമ്മുടെ ലൈവ് ഉണ്ടാകും. 100% ഷുവർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്നത്തെ രാത്രി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആരും ഇന്നത്തെ ലൈവ് മിസ്സാക്കരുത്. നമ്മുടെ എക്സാമിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സർക്യൂട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലൊരു സർക്യൂട്ട് തരും. അത് റിലേറ്റഡ് ആയിട്ട് നമ്മളോട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എങ്ങനെയാണ് ല്ലേ. അപ്പൊ ഇതാ ഒരു സർക്യൂട്ടിൽ എന്തൊക്കെയുണ്ട് ഇവിടെ? ഇതാ ഒരുപാട് വരകളുണ്ട് അല്ലെ. ഒരുപാട് വരകൾ ഉണ്ടെങ്കിൽ അതെന്താണെടാ? ബാറ്ററിയാണ്. ഒരു വലിയ വരയും ഒരു ചെറിയ വരയും മാത്രമാണെങ്കിൽ അതെന്താണ്? സെല്ലാണ്. ഈ വലിയ വര എന്താണെന്നറിയോ? പോസിറ്റീവും, ചെറിയ ലൈന് നെഗറ്റീവ് ആണ് കേട്ടോ. അപ്പം ഒരുപാട് വലുതും ചെറുതും ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? ബാറ്ററിയാണ്. ഒന്നിൽ കൂടുതൽ സെല്ലുകളാണ് അല്ലെ, അതാണ് ബാറ്ററി. നെക്സ്റ്റ് നോക്കിയോ, ഇതാണ് നമ്മളുടെ റിയോസ്റ്റാറ്റ്, ഇതാണ് നമ്മുടെ സ്വിച്ച്, ഇതാണ് നമ്മുടെ വോൾട്ട് മീറ്റർ, ഇതാണ് നമ്മളുടെ റെസിസ്റ്റർ, ഇതാണ് നമ്മുടെ അമ്മീറ്റർ. അപ്പോൾ സിമ്പിൾസിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ. അപ്പൊ നമുക്ക് ഇത് ബേസ്ഡ് ആയിട്ട് എന്ത് ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം അല്ലെ. ദ ബാറ്ററി ഇൻ ദ അബവ് സർക്യൂട്ട് ക്യാൻ പ്രൊവൈഡ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 8 വോൾട്ട്. നോക്കിയടാ, ഇവിടെ നമുക്കൊരു ബാറ്ററി തന്നിട്ടുണ്ട് അല്ലെ. ഈ ബാറ്ററി 8 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് തരുന്നത് എന്നാണ് പറയുന്നത്. ഈ ബാറ്ററിയിൽ എത്ര സെല്ല് ഉണ്ടെന്ന് നമുക്ക് എണ്ണിയാൻ അറിയാൻ പറ്റൂ അല്ലെ. 1, 2, 3, 4 അല്ലെ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ഇതില് ഓരോ സെല്ലിലുമുള്ള EMF എത്രയായിരിക്കും? ബാറ്ററി മുഴുവൻ നമുക്ക് 8 വോൾട്ട് ആണ് തരുന്നത്. അതിൽ 4 സെല്ലുകൾ വീതമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ സെല്ലിൽ എത്ര EMF? എൻ്റെ മോനെ, 1ാം ക്ലാസ് കുട്ടിനോട് ചോദിക്കുന്ന ചോദ്യമല്ലേ. ആകെ 8 ഉണ്ട്, ആകെ 8 വോൾട്ട് ആണ്. അതിൽ 4 സെല്ലുകളാണ്, 4 വീതം സെല്ലുകളാണല്ലോ. അപ്പൊ അങ്ങനെ ഓരോന്നിനും 2, 2, 2, 2 അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ എത്ര ആവണം? 8 ആവണം അല്ലെ. ഈസി അല്ലേ? അപ്പൊ 2 വോൾട്ട് അല്ലേ, 2 വോൾട്ട്. EMFന്റെ യൂണിറ്റ് ശ്രദ്ധിക്കണം കേട്ടോ, വോൾട്ട് ആണ്. നെക്സ്റ്റ് എന്താണ്? വെൻ ദ വോൾട്ട് മീറ്റർ റീഡിംഗ് ഈസ് 0.3 വോൾട്ട്, അതായത് വോൾട്ടേജ് തന്നിരിക്കുകയാണ് 0.3 വോൾട്ട്. ദെൻ അമ്മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അമ്മീറ്റർ നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? കറണ്ട് അളക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. വോൾട്ട് മീറ്റർ എന്തിനാ ഉപയോഗിക്കുക? വോൾട്ടേജ് അളക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ടും തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ്? I = 0.5. വാട്ട് വിൽ ബി ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ? എൻ്റെ മോനെ, സെറ്റ് അല്ലേ. എന്താണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലേടാ? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഓംസ് ലോ അങ്ങോട്ട് ആലോചിച്ചാൽ മതി. ഓംസ് ലോയിലുള്ള നമ്മുടെ ഇക്വേഷൻ അങ്ങോട്ട് ആലോചിക്കുക. ഒരു വെജിറ്റേറിയൻ ആണ്. ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നടാ? റെസിസ്റ്റൻസ് ആണ്. സോ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ V/I അല്ലെ, V/I. അങ്ങനെയാണെങ്കിൽ V എത്രയാണ്? 0.3 അല്ലെ. ഞാൻ ഇവിടെ കൊടുക്കാണ് R = V/I, അതായത് 0.3 ഡിവൈഡഡ് ബൈ 0.15. സിമ്പിൾ അല്ലേ? ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പോയിന്റ് അങ്ങോട്ട് കളഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി അല്ലേ. പോയിന്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ പോയിന്റിനെ കളയാൻ മുകളിലും താഴെയും നിങ്ങൾ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 0.3നെ 100 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 30 എന്നാവും അല്ലേ. 0.15നെ 100 ഗുണിച്ചാൽ എത്ര കിട്ടും? 15 വരും. 30/15 എത്രയാ? ആർക്കും അറിയാത്തത് 2. നമുക്ക് കിട്ടി 2 ഓം എന്ന് നമുക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. വാട്ട് വിൽ ബി ദ വോൾട്ട് മീറ്റർ റീഡിംഗ്? വോൾട്ട് മീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? വോൾട്ടേജ് അളക്കാൻ വേണ്ടി. സോ വോൾട്ടേജ് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. വെൻ ദ അമ്മീറ്റർ റീഡിംഗ് ഈസ്, അമ്മീറ്ററിൽ എന്താ കാണിക്കുക? കറണ്ട് ആണ്. സോ നമുക്ക് ഇവിടെ കറണ്ട് തന്നിട്ടുണ്ട്. കറണ്ട് 0.3 ആണ് തന്നിരിക്കുന്നുണ്ട് അല്ലെ. പിന്നെന്താണ്? വാട്ട് വിൽ ബി ദ വോൾട്ട് മീറ്റർ റീഡിംഗ്? V എന്തായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. R ഇപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു അല്ലേ. R = 2 ohm. സോ V കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ അല്ലേ. ഒരു വെജിറ്റേറിയൻ അല്ലേ. അപ്പം IR = V. അങ്ങനെയാണെങ്കിൽ കറണ്ട് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 0.3 × R എത്രയാണ്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാണ്? 2 അല്ലേ. തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. ഒറ്റ ഇക്വേഷൻ ആണ്. ഒരു വെജിറ്റേറിയൻ ആണ്. അതിൽ നിന്നും R കണ്ടുപിടിക്കാനും V കണ്ടുപിടിക്കാനും I കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 0.6 വോൾട്ട് നമുക്ക് ആൻസർ കിട്ടും. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ഇതൊക്കെ കണ്ടെത്താൻ വേണ്ടി നിങ്ങളെ സഹായിച്ചത് നിയമം ഏതാണ്? അതാണ് നമ്മുടെ ഓംസ് ലോ, ഓം നിയമം. അപ്പം നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓം നിയമം എന്താണെന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ പേടിക്കൊന്നും വേണ്ട, നമുക്ക് അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതാം. നിങ്ങളൊക്കെ നിങ്ങളെ കൂടെ ഉണ്ട്. നാളെ രാവിലെ വരെ നമ്മൾ ലൈവ്
ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നാളെ രാവിലെ നിങ്ങൾക്ക് മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാകും. ഇന്ന് രാത്രി കംപ്ലീറ്റ് 100% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരും. അത് എത്ര സമയം വരെ പോകുന്നു അത്ര സമയം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും, ഉറങ്ങും. രാവിലെ വീണ്ടും ക്ലാസ്. എൻ്റെ മോനെ എക്സാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. എനിക്ക് ഉറപ്പിടെ ഓൾ ദ ബെസ്റ്റ്.